ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തമാരൻ. വെൽക്കം ടു മൈ ചാനൽ. നിങ്ങളിപ്പോൾ ഖത്തറിലോ കുവൈറ്റിലോ സൗദിയിലോ UAE-യിലോ ഒമാനിലോ എവിടെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു നേഴ്സ് ആണെങ്കിലും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും ഡേറ്റ് ഓഫ് ഫ്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ഫ്ലോയെ കുറിച്ചിട്ട് ഒരുപാട് സംശയങ്ങളുണ്ടാവും. എന്താണ് ഡേറ്റ് ഓഫ് ഫ്ലോ, ഡേറ്റ് ഓഫ് ഫ്ലോയുടെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതിന്റെ ഫീസ് എത്രയാണ്, നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ കിട്ടും, നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ റിപ്പോർട്ട് നെഗറ്റീവ് ആകാണ്ട് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണ് ഡേറ്റ് ഓഫ് ഫ്ലോ? സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, അതായത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, നമ്മുടെ മാർക്ക് ഷീറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം ഒന്ന് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു PSV കമ്പനിയാണ്, അതായത് പ്രൈമറി സോഴ്സ് വെരിഫിക്കേഷൻ കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ സൗദിയിലെ SCFHS-ഉം അതുപോലെ തന്നെ ഖത്തറിലെ QCHP-യും ദുബായിലെ DH അതോറിറ്റിയുമായിട്ട് കമ്പൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഫോട്ടോ കോപ്പി അവർ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുന്നതിന് പകരം നേരിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അതായത് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എടുത്തിട്ടുള്ള ഹോസ്പിറ്റലിലാവട്ടെ, പഠിച്ചിട്ടുള്ള കോളേജിലാവട്ടെ, അതുപോലെ തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കൗൺസിലാവട്ടെ, നേരിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇമെയിൽ വഴിയോ ഫോൺ കോൾ വഴിയോ നേരിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ എന്താണെന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആദ്യം നമുക്ക് പാസ്പോർട്ടാണ് വേണ്ടത്. പാസ്പോർട്ട് വാലിഡ് ആയിരിക്കണം. അതുപോലെ തന്നെ അതിന്റെ ഫ്രണ്ട് പേജും ബാക്ക് പേജും ആണ് നമ്മൾ അതിനെ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനുള്ളത്. PDF ആയിട്ടായിരിക്കും ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ 2 പേജ് അപ്ലോഡ് ചെയ്യുന്ന കാരണം PDF ആയിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. സ്കാൻ ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് വൃത്തിക്ക് നന്നായിട്ട് സ്കാൻ ചെയ്യുക കേട്ടോ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ നഴ്സിംഗ് കൗൺസിലെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ നമ്മുടെ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ്, എത്ര സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ, ആ സർട്ടിഫിക്കറ്റ്സുകളെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മളൊരു ലെറ്റർ ഓഫ് അതോറിറ്റി എന്ന് പറഞ്ഞിട്ട് LOA എന്ന് പറഞ്ഞിട്ടൊരു ഫോം നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ സൈറ്റിൽ നിന്ന് തന്നെ നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ സൈൻ ചെയ്ത് അത് റീ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലിയർ ആയിട്ട് സ്കാൻ ചെയ്ത് PDF-ലോ അല്ലെങ്കിൽ JPG-ലോ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡേറ്റ് ഓഫ് ഫ്ലോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുക, അതിനെക്കുറിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഇതിനകത്ത് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഡേറ്റ് ഓഫ് ഫ്ലോ പോർട്ടലിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ സൗദിയിലെ ഡേറ്റ് ഓഫ് ഫ്ലോ ആണ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ SCFHS-ന്റെ ഡേറ്റ് ഓഫ് ഫ്ലോ പോർട്ടലിനകത്ത് കയറി ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ DH ആണ്, ദുബായിലെ DH ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഓഫ് ഫ്ലോ പോർട്ടലിലായിട്ട് നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഒമാനിലും ഖത്തറിലും ഇത് നിങ്ങൾ മറക്കാതിരിക്കുക. സ്റ്റെപ്പ് നമ്പർ 2-ൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ പാസ്പോർട്ടിലുള്ള ഡേറ്റാസ് ആയിരിക്കണം നിങ്ങൾ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കേണ്ടത്. അത് രണ്ടും മാച്ച് ആയിരിക്കണം. കാരണം എപ്പോഴും നമ്മുടെ വെരിഫിക്കേഷൻ, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വെരിഫൈ ചെയ്യുന്നത്, ഇന്റർനാഷണലി വെരിഫൈ ചെയ്യുന്നത് നമ്മുടെ പാസ്പോർട്ട് വെച്ചിട്ടായിരിക്കും. അതായിരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൂഫായിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഡോക്യുമെന്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്യുക. ഞാൻ മേളിൽ പറഞ്ഞതുപോലെ നമ്മുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമ്മുടെ LOV, ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുക. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക, നമ്മൾ ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണോ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഡോക്യുമെന്റ്സിലെ ഡേറ്റ്സും അഡ്രസ്സ്, നെയിം എല്ലാം ഒന്ന് നിങ്ങൾ റീവെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക കേട്ടോ. സ്റ്റെപ്പ് നമ്പർ 4 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫീസ് അടയ്ക്കേണ്ടതാണ്. നമ്മുടെ ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ഇനേബിൾ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് മാത്രമേ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. സ്റ്റെപ്പ് നമ്പർ 5 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫീസ് അടച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു റെഫറൻസ് നമ്പർ നമുക്ക് ഇമെയിൽ വരുന്നതായിരിക്കും. ഈ റെഫറൻസ് നമ്പർ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ഫ്ലോയുടെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡേറ്റ് ഓഫ് ഫ്ലോയുടെ ഫീസും അതുപോലെ തന്നെ എത്ര ദിവസം എടുക്കും നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ അപ്ലൈ ചെയ്തിട്ട് കിട്ടാനും, അതുപോലെ തന്നെ ഇപ്പം വൺസ് നമ്മൾ ഡേറ്റ് ഓഫ് ഫ്ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് വേറൊരു കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും, ഇതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഡേറ്റ് ഓഫ് ഫ്ലോയുടെ ടൈം ഡ്യൂറേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 30 മുതൽ 40 ദിവസത്തിനകത്ത് നമുക്ക് ഡേറ്റ് ഓഫ് ഫ്ലോ റിപ്പോർട്ട്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ചില കേസസിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡേറ്റ് ഓഫ് ഫ്ലോ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ കാണുന്ന ഇമെയിലിലോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലോ അവർ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. മെയിനായിട്ട് അവർ ഇമെയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ് ഓഫ് ഫ്ലോ കമ്പനിക്ക് എന്തൊക്കെയാണോ ഡീറ്റെയിൽസ് വേണ്ടത് അത് നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലോട്ട് അവർ ഇമെയിൽ ചെയ്യും. എത്രയും വേഗം ആ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇമെയിലിന് റിപ്ലൈ കൊടുക്കുന്നുണ്ടോ
അത്രയും വേഗം നമ്മുടെ ആ സർട്ടിഫിക്കറ്റിന്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ ഡേറ്റ ഫ്ലോ കമ്പനി നമ്മുടെ ഹോസ്പിറ്റലിലോട്ട് ഒരു ഇമെയിൽ അയച്ചു, പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലോ ഡിലേ ആകുന്നുണ്ടെങ്കിലോ നമ്മുടെ ഡേറ്റ ഫ്ലോയുടെ റിസൾട്ടും ഡിലേ ആകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമ്മൾ ഡേറ്റ ഫ്ലോയുടെ ഫീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി ഒരു 19,000 മുതൽ 23,000 രൂപ വരെ ആയിരിക്കും നമുക്ക് അതിന്റെ ഫീസ് വരുന്നത്. പക്ഷേ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് കാശ് കൂടുന്നതായിരിക്കും. ചിലപ്പോൾ 28, 30, 35 വരെയൊക്കെ 40 വരെയൊക്കെയും പോകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് കൂടുന്നതനുസരിച്ചായിരിക്കും അതിന്റെ ഫീസിന്റെ ഡിഫറൻസ് വരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഡേറ്റ ഫ്ലോ മറ്റൊരു കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഡേറ്റ ഫ്ലോ നമുക്ക് വേറൊരു കൺട്രിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കറന്റ് ഉള്ളത് ദുബായിലെ DHAയിലെ ഡേറ്റ ഫ്ലോ ആണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സൗദിയിലോട്ടോ ഖത്തറിലോട്ടോ ആണ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമുക്കതങ്ങനെ ചെയ്യാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ trueprofile.io എന്ന വെബ്സൈറ്റ് വഴിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ ഫ്ലോയുടെ ട്രാൻസ്ഫറൽ പോർട്ടൽ വഴിയോ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ ഗുണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മുതലെയുള്ള പ്രോസസ്സിംഗ് പിന്നെയും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ചെറിയൊരു ഫീസ് ഉണ്ടാകും. ആ ഒരു ഫീസ് നമ്മൾ അടയ്ക്കേണ്ടതായിട്ടേ ഉള്ളൂ. നമുക്ക് ട്രാൻസ്ഫർ ആയി കിട്ടുന്നതായിരിക്കും. നമ്മുടെ ഡേറ്റ ഫ്ലോ റിപ്പോർട്ട് നെഗറ്റീവായിട്ട് വരാതിരിക്കാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഹോസ്പിറ്റൽസ് റിപ്ലൈ ചെയ്യാനായിട്ട് ഡിലേ ആയി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് വരാനും ഡിലേ ആകും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ ഫ്ലോ അപ്ലൈ ചെയ്യുന്ന ടൈം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിൽ അവരെ ഒന്ന് ഇൻഫോം ചെയ്യുക, ഇതുപോലെ ഡേറ്റ ഫ്ലോയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഡേറ്റ ഫ്ലോ നിങ്ങളെ കോൺടാക്ട് ചെയ്യും, കമ്മ്യൂണിക്കേറ്റ് ഇമെയിൽ ചെയ്യും, ഒന്ന് നിങ്ങൾ അതിനെ എത്രയും വേഗം റെസ്പോണ്ട് ചെയ്യുക, ഇമെയിലിന് റിപ്ലൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾ നേരത്തെ നമ്മുടെ ഹോസ്പിറ്റലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡിലേ വരാനുള്ള ചാൻസസ് കുറവാണ്. വേറൊരു കാര്യം നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വരുന്ന ഒരു മിസ്റ്റേക്കാണ് നമ്മുടെ പാസ്പോർട്ടിലെ നെയിമും സർട്ടിഫിക്കറ്റ്സിലെ നെയിമും ഒക്കെ വ്യത്യാസമായിരിക്കും. അങ്ങനെ വ്യത്യാസം വരുവാണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്ന നെയിം കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് ഒരു അഫിഡവിറ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലീഗൽ പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഒരു ഇഷ്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ നെയിമിലെ കറക്ഷൻ, ഡേറ്റ് ഓഫ് ബർത്തിലെ കറക്ഷൻ, ഡേറ്റിലെ കറക്ഷൻ, അഡ്രസ്സിലെ കറക്ഷൻ, ഇതുപോലുള്ള കറക്ഷൻസ് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ജെന്യുവൻ ആയിട്ടുള്ളൊരു ഏജൻസിയെ സമീപിച്ച് ഡേറ്റ ഫ്ലോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അഫിഡവിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഹാർഡ് വർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഒരു ഏജൻസിയുമായിട്ട് ഡീൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി നിങ്ങൾ പ്രത്യേകിച്ച് മിസ്റ്റേക്ക് വരുത്താൻ പാടില്ലാത്തൊരു കാര്യമാണ്, ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ ഒരു ഗൾഫ് കൺട്രീസിലെ ജോബിനെ തന്നെ, നിങ്ങളുടെ ഫ്യൂച്ചർ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഫേക്ക് സർട്ടിഫിക്കറ്റ്, വ്യാജ സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കരുത്. കാരണം ഡേറ്റ ഫ്ലോ കമ്പനി ഉറപ്പായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് തറവ് വെരിഫിക്കേഷൻ ചെയ്യും. നമ്മൾ കൊടുക്കുന്ന കോപ്പി അവർ ഫസ്റ്റ് എല്ലാം നോക്കും. ബേസിക്കായിട്ട് അവർ നോക്കിയതിന് ശേഷമായിരിക്കും അവർ ഹോസ്പിറ്റലിലെ വെരിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് അവർ ഇമെയിൽ അയച്ച് ചെയ്യുന്നത്. അവരെന്തായാലും ഫേക്ക് സർട്ടിഫിക്കറ്റ് അവർ കണ്ടുപിടിച്ചിരിക്കും. അതുപോലെ അങ്ങനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എല്ലാ ഗൾഫ് കൺട്രീസിൽ നിന്നും നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാരണവശാലും നമുക്ക് ഒരു ഗൾഫ് കൺട്രീസിൽ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയത്തില്ല. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഫേക്ക് സർട്ടിഫിക്കറ്റ് ഒരു കാരണവശാലും നിങ്ങൾ കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇത്രയോ ആണ് ഡേറ്റ ഫ്ലോയിൽ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മുടെ നഴ്സുമാർക്ക് ഇൻഫർമേറ്റീവ് വീഡിയോസുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്